ചില കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ എത്ര അടക്കി വെച്ച് കഴിഞ്ഞാലും അത് നമ്മൾ പറഞ്ഞു പോകും. കാരണം നമ്മൾ വേണ്ട വേണ്ട അല്ലെങ്കിൽ പറയണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഇവരെ പോലുള്ളവർ നമ്മളെ കൊണ്ട് അങ്ങോട്ട് തള്ളി തള്ളി പറയെന്ന് പറയിക്കും. മനസ്സിലായില്ലേ? എന്താന്നായിരിക്കും ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വാ. എടാ ഞാൻ ആഴ്ച കളയും എന്ന് വെച്ചാ എടാ ഞാൻ ഉദ്ദേശിച്ച ആഴ്ച കാമുകന്മാരെ കളയുന്ന കേട്ടോ. അപ്പൊ പറയുന്നത് കേട്ടല്ലേ? ആഴ്ചയിൽ അങ്ങ് കളയുമെന്നാ പറയുന്നത്. ആരെ? കാമുകന്മാരെ കളയുമെന്ന്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ പഴയ കോലം നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാണെന്നുള്ളൊരു കോലം. ആ കോലത്തുനിന്ന് ഈ കോലത്തിലോട്ട് മാറാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? പല ഇന്റർവ്യൂയിലും ഒക്കെ ഇരുന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു, തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ ഇവിടെ നിൽക്കുന്ന നമുക്കല്ലേ അറിയാവൂ, ഇല്ലേ? നാട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇവർക്ക്, ഈ പെണ്ണുങ്ങൾക്ക് പഴയൊരു കാലം ഉണ്ടായിരുന്നു. ഇവര് കുവൈത്തില് ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് വന്നതാണ്. കുവൈത്തിലെ വീട്ടു ജോലിക്ക് വന്നതാണ്. ആ കുവൈത്തിലെ വീട്ടു ജോലിക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെറിയ ഓൺലൈൻ ആങ്ങളമാരെയൊക്കെ കണ്ടു കിട്ടിയപ്പോൾ ആരോ അതിലേതോ ഒരു ഓൺലൈൻ ആങ്ങള പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരി, നമുക്ക് വേറെ ജോലിയൊക്കെ ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുഞ്ഞ് അങ്ങോട്ട് ചാടിയപ്പോഴോ കുവൈത്തി അറബി കൊണ്ട് കേസ് കൊടുത്തു ഇവരുടെ പേരിൽ. ചാടിപ്പോയി. ആ കേസ് കൊടുത്തപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ കയറി പോകണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഇവിടെ കിടന്ന് ഏങ്ങലടിച്ചൊരു പെണ്ണാണ് നീ. ആ ഏങ്ങലടിച്ച നിന്നെ കയറ്റിവിടാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള എത്ര പേരാണ് നിനക്ക് വീഡിയോ ചെയ്തത്. നീ കരഞ്ഞു പറഞ്ഞാണ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ കയറ്റി വിടണേ, ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകൂ എന്ന് പറഞ്ഞപ്പോ 120 ദിനാറിനും 100 ദിനാറിനും അടക്കം വീട്ടിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ചേച്ചിമാരടക്കം 1 ദിനാറ് 2 ദിനാറ് 3 ദിനാറ് വെച്ച് നിനക്ക് തന്നിട്ട് ആ പൈസയിലാണ് നീ നാട്ടിൽ കയറി പോയത്, അല്ലേ? ആ പൈസയിൽ നീ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് നിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ കയറ്റി വിട്ടു. എന്തേ? ഒരു പെണ്ണ് ഇവിടെ കിടന്ന് കുടുങ്ങണ്ട എന്നുള്ളൊരു ഇത് വെച്ചിട്ട്. എന്നിട്ട് നീ നാട്ടിൽ പോയി പറഞ്ഞെന്താണ്? നിന്നെ ഇവിടെ ആരൊക്കെ വിൽക്കാൻ ശ്രമിച്ചെന്ന്. അതൊക്കെ സത്യാണോ? അല്ല. എന്താണ് നീ പറയുന്നത്? നിന്റെ കോലൊന്നും നീ മനസ്സിലാക്കാത്ത. ഈ ആഴ്ചയിൽ കാമുകന്മാരെ മാറ്റുമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നീ വലിയ ഐശ്വര്യ റായി ഒന്നും അല്ല. എപ്പോഴെങ്കിലും മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കണം, ഓക്കെ? എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ വന്ന് വിളിച്ചു പറയണം. മനസ്സിലായില്ലേ? പിന്നെ ചില ഊള നായ്ക്കളുണ്ട് നിന്നെയൊക്കെ കാണുമ്പോൾ മയക്കും കൊണ്ട് പിന്നാലെ നടക്കുന്ന ചില നാറികൾ. അതെല്ലായിടത്തും ഉണ്ട്. മനസ്സിലായില്ലേ? ആ നാറികളോടൊന്നും പറയാൻ പറ്റൂല, ഒന്നും മിണ്ടാനുമില്ല. അവനൊക്കെ ഇനി എന്തായാലും നിന്റെ അടുത്തൊക്കെ വരും ക്യാമറയും മറ്റേ മൈക്കും കൊണ്ട്. നീയൊക്കെ എന്ത് പറയണമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. നീ എപ്പോഴും ഇമ്മാതിരി ഡയലോഗ് അടിക്കുമ്പോൾ നിനക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എങ്ങനെയാണ് നീ രക്ഷപ്പെട്ടു പോയത്? ആരൊക്കെയാണ് സഹായിച്ചത്? എന്തായിരുന്നു എൻ്റെ പഴയ കോലം? ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും. മനസ്സിലായില്ലേ? ചാടാൻ പറഞ്ഞ കാമുകന്മാരാരും ഉണ്ടായിരുന്നില്ല. ഇവിടെ പാവങ്ങളായ കുറേ ആൾക്കാർ, ഞങ്ങളെ പോലുള്ള ആൾക്കാരായിരുന്നു അന്ന് ഇങ്ങനെയെങ്കിലും കരകയറ്റി വിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അഹങ്കാരം കുറച്ച് കൂടണ്ട, ആവാം ആവശ്യത്തിന്, ഓക്കെ? അപ്പോൾ വേറൊന്നും തോന്നല്ലേ, പറയണമെന്ന് തോന്നി, ഇത് പറയിച്ചത് നീയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിയെന്നാ.